ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അജു ആൻഡ് സിയ കപ്പിൾ ട്രാവൽ ചാനൽ. ഇന്ന് നമ്മൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ചിയാപ്പി ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് ഷോർട്സും ആണ്. അതുപോലെ ഞാനൊരു ഷോർട്ട് ഡ്രസ്സാണ്, ഒരു ബ്ലൂ കളറിലൊരു ഷോർട്ട് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. നമ്മളിന്ന് പോകുന്നത് സൂര്യൻ ജ്യോതിക്ക് പോയി ഒരുപാട് വൈറൽ പിക്സ് ഒക്കെ വന്നിട്ടുള്ള ആൻസി ജോർജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലേക്കാണ്. സേഷൽസിലെ പെർലിൻ ഐലൻഡിലാണ് ഈ ഒരു ബീച്ച് ഉള്ളത്. ഈ ബീച്ചിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരു റിസോർട്ടിലേക്കാണ് പോവേണ്ടത്. ആ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ബീച്ച് എന്ന് പറയുന്നത് ഈ റിസോർട്ടിൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയയിൽ വരുന്നതാണ്. പക്ഷേ സീഷെൽസിലെ ഒരു പ്രൈവറ്റ് ബീച്ചുകളും ഇല്ല, എല്ലാം പബ്ലിക്ലി അവൈലബിൾ ആണ്. സോ നമുക്ക് അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. എന്നിട്ട് ഒരുപാട് ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് പാർക്കിംഗ് ഏരിയയിൽ നിന്ന് റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 45 to 1 hour നമുക്ക് നടക്കാനുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ നടന്നു പോകുന്ന ആ ഒരു ഏരിയ. നല്ല കിടിലൻ വ്യൂ ആണ്. ഒരു സൈഡിലൊക്കെ മരങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റേ സൈഡിൽ ഗോൾഫ് ഏരിയയാണ് അവരുടെ. അതുപോലെ ചെറിയ റിവർ ഉണ്ട്. അവിടെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ നിന്ന് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം കേട്ടോ. നമ്മളങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ദൂരം നടന്ന് അങ്ങോട്ട് ചെല്ലേണ്ടതുണ്ട്. നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും സംഭവങ്ങളൊക്കെ കരുതുക. ഒരു ട്രക്കിംഗ് പോലെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന ആ ഒരു ഏരിയ. ഇവിടെ നിന്നാണ്, ഇതിന് തൊട്ടായിട്ടാണ് ബീച്ച് വരുന്നത്. ശരിക്കും ഒരു വലിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ഇതിൽ കൂടെ പോകുമ്പോൾ. കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബിക്കിനി പോലത്തെ ഡ്രസ്സുകൾ ഇടരുത് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ചെന്നപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വെഡ്ഡിങ് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ബീച്ച് സൈഡ് വെഡ്ഡിങ് ഇല്ലേ, അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര പ്രൈവറ്റായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമായിട്ട്. നമ്മൾ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടായിരുന്നു. ബീച്ച് ഭയങ്കര കിടുവാണ്. നല്ല സ്മൂത്തായിട്ടുള്ള സാൻഡും നല്ല ബ്ലൂ കളറിലുള്ള ക്ലിയർ വാട്ടറും അതുപോലെ തന്നെ നല്ല കാമായിട്ടുള്ള തിരയൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കുറേ ടൈം ആ വെള്ളത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ അണ്ടർ വാട്ടർ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കരഭാഗത്തായതുകൊണ്ട് അത്ര മീനൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ സ്കൂബ ഡൈവിങ് പോയിട്ട് നല്ല കുറേ അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ദ വീഡിയോ ഗൈസ്.
നമ്മളവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ അത്രയും ദൂരം തിരിച്ച് നടക്കുകയും ചെയ്തു. സോ നമ്മൾ ഫസ്റ്റ് പോയത് ഫുഡ് കഴിക്കാനാണ്. അതിന് നമ്മൾ ലോബ്സ്റ്റർ ബേയിലോട്ടാണ് പോയത്. നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചു വെച്ച് കഴിഞ്ഞാൽ റൈസ്, ബീഫ് സ്റ്റേക്സ്, അതുപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ ഒരു ഐറ്റമാണ് കഴിച്ചത്. അതുപോലെ നമ്മളൊരു മൊജീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ ഒരു വാനില ഐസ്ക്രീമും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ വീഡിയോസ് കാണുന്ന പുതിയ ആളുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്